മേഘ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് CPI ആണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണമെന്നാണ് ബിനോയ് വിശ്വം അവകാശപ്പെട്ടുള്ളത്. അതായത് CPIക്ക് അത് വേണമെന്ന്. ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിൻ്റെ ആവശ്യം ഉണ്ടോ? CPI കൃത്യമായി ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് ആരും ആയിക്കോട്ടെ, അത് നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തോളൂ. പക്ഷെ ഉപപ്രതിപക്ഷ സ്ഥാനം, നേതാവ് എന്ന് പറഞ്ഞ സ്ഥാനം നമുക്ക് വേണം എന്നുള്ളതാണ്. CPI അത് ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. കാരണം CPI മത്സരിച്ച സീറ്റുകളിൽ 40, 30, 35% സീറ്റുകൾ അവർ വിജയിച്ചിട്ടുണ്ട്. CPMന് പോലും സാധിക്കാത്ത നേട്ടം CPIക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് CPM എന്നുള്ള പാർട്ടിയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളും തന്നെയാണ്. അതിൽ CPIയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ബിനോയ് വിശ്വം എല്ലാ കാലത്തും നിലപാടുകൾ കൃത്യമായി അറിയിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. PM ശ്രീയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെന്ന് ഇത് ഒപ്പിടുന്നു. അതിനുശേഷം ഘടകകക്ഷികളായ CPI അതിന് ശേഷമാണ് അറിയിക്കുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ ബിനോയ് വിശ്വവും CPI എന്ന പാർട്ടിയും അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നടക്കില്ല എന്നുള്ള കാർക്കശ്യത്തിൽ നിൽക്കുകയും ഈ പറഞ്ഞ PM ശ്രീയിൽ നിന്ന് CPM ഇടതുപക്ഷം സർക്കാർ തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ കാലത്തും നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ചർച്ചകളിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് CPI എന്ന പാർട്ടിക്ക് കുറച്ച് മൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ നിലപാടുകളൊക്കെ കൃത്യമായി തന്നെ കൊണ്ടുപോകുന്നത്. അവരിപ്പോഴും തൊഴിലാളി വർഗ പാർട്ടി തന്നെയാണ്. അപ്പോൾ മൂല്യങ്ങളിൽ പിടിച്ചൂന്നി നിൽക്കുന്ന ഒരു പാർട്ടി, ഇടതുപക്ഷത്തിന്റെ ക്വാളിറ്റീസ് ഇപ്പോഴും പേറുന്ന ഒരു പാർട്ടി, അതിന്റെ സംസ്ഥാന സെക്രട്ടറി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ട ബാധ്യസ്ഥത CPMനുണ്ട്. പാർട്ടി അവർ തീരുമാനിച്ച് നടത്തേണ്ടതുണ്ട്. ഇനി ബിനോയ് വിശ്വം ആരോപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വ്യക്തിപൂജ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയാതെ പറയുകയാണ് വ്യക്തിപൂജ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് കേരളത്തിലെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്ക് പോലും അറിയുന്നൊരു കാര്യമാണ്. ഇത്തവണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് അവർ നേരിട്ടത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ മുഖം എടുത്തു കാട്ടിക്കൊണ്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആലുവ ജംഗ്ഷൻ വരെ പോകുകയാണെങ്കിൽ ആ 3 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര ബോർഡുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ കർക്കശക്കാരനായ ധാർഷ്ട്യം നിറഞ്ഞ എന്ത് പറഞ്ഞാലും തന്നിഷ്ടം എന്ന് പറഞ്ഞ് നടക്കുന്ന സ്വജനപക്ഷപാതം കാണിച്ച ഒരു മുഖ്യമന്ത്രിയെ എടുത്തുകാട്ടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിടാൻ അവർ ശ്രമിച്ചത്. അതിൽ വ്യക്തിപൂജ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിരുവാതിര നടത്തിയതും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വേദിയിലിരുത്തി വലിയ പ്രസംഗങ്ങൾ നടത്തിയതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ആർക്കും ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും എതിർപ്പുള്ള ഒരു വ്യക്തിയെ പിടിച്ചിരുത്തി അയാൾ മഹാനാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നേരിടാൻ ശ്രമിച്ചതാണ് ഈ പറഞ്ഞ പരാജയത്തിന്റെ ആദ്യ കാരണം എന്ന് പറയുന്നത്. ഇപ്പം ഈ ബിനോയ് വിശ്വത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, പിഴവുകൾ തിരുത്തി തിരിച്ചു വന്നേ മതിയാവൂ. വ്യക്തിപൂജ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ പിഴവ്. ചരിത്രത്തിൽ നിന്ന് പാർട്ടി പഠിച്ച പാഠമാണ്. ഞാൻ മാറണമെന്ന് ഫേസ്ബുക്കിൽ ചിലർ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അതല്ല. പാർട്ടിയിൽ നേതൃമാറ്റ ആവശ്യം ഉയർന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ആരാവണമെന്ന് CPM തീരുമാനിക്കട്ടെ. ഇതാണ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് മേഘ, ഈ ബിനോയ് വിശ്വം മാറണം എന്നുള്ള ആവശ്യം ഇവിടെ നിന്നെങ്കിലും ഉയരുന്നുണ്ടോ? ബിനോയ് വിശ്വം മാറണമെന്ന് ഇപ്പോൾ ഈ മുഖമില്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള ആവശ്യങ്ങൾ അല്ലാതെ മറ്റ് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അദ്ദേഹം മാറണം എന്നുള്ള ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇതിനു മുൻപ് മുഖ്യമന്ത്രി, ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി ശരിയല്ല, CPMന്റെ നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ വരുന്നത് ഈ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നാണ്. അത് ആരാണ് ലീഡ് ചെയ്യുന്നത് എന്നറിയില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ CPIയിൽ ഒരു അഴിച്ചുപണി ആരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള നിലപാടുകളിലൂടെയാണ് അവർ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിനോയ് വിശ്വം, എനിക്ക് തോന്നുന്നു CPM നടത്തിയിട്ടില്ലാത്തൊരു അവലോകനം CPI നടത്തിയിട്ടുണ്ടാകാം. പരാജയത്തെ സംബന്ധിച്ച് അദ്ദേഹം ആശാ വർക്കർമാരുടെ കാര്യം പറയുന്നുണ്ട്. ആശാ സമരം, അവരെ അധിക്ഷേപിച്ചത്, അവരെ ശ്രദ്ധിക്കാതെ പോയത് നമുക്ക് പറ്റിയൊരു വലിയ പാളിച്ചയാണെന്നുള്ളത് കൃത്യമായി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. ശരിക്കും ആശാ വർക്കർമാരുടെ സമരം നമ്മൾ കണ്ടതാണ്. എത്ര ദിവസങ്ങൾ അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരവുമായി നിന്നു. അതിനു മുന്നിലൂടെ വണ്ടി ഓടിച്ചു പോയ മുഖ്യമന്ത്രി ഒരു തവണ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് അവർക്കേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു. അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ആശാ സമരത്തിൽ തൊഴിലാളികളെ അധിക്ഷേപിച്ചത് വലിയ തെറ്റാണ്.
തൊഴിലാളി സമരങ്ങളെ അധിക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി സമരങ്ങളെ പല സ്ഥലങ്ങളിലും അധിക്ഷേപിച്ചത് നമ്മൾ കണ്ടതാണ്. നേഴ്സുമാരുടെ സമരം നടന്നപ്പോൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് മുന്നിലൂടെ കൈവീശി കടന്നുപോയ മരുമകനെ കൂവി വിളിച്ചതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. ശരിക്കും തൊഴിലാളി പാർട്ടി എന്നുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇപ്പോൾ ആ ലേബൽ നഷ്ടപ്പെടുന്നു എന്നല്ലേ വിനയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നത്? അതെ, ഈ പറഞ്ഞ വർഷങ്ങളായി കഴിഞ്ഞ 10 വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മൂല്യച്യുതി സംഭവിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് ഈ പറഞ്ഞ തൊഴിലാളി വർഗ പാർട്ടി, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന പേരിലാണ് എല്ലാ കാലവും അവർ അധികാരത്തിൽ വരാറുള്ളത്. പക്ഷേ ഒന്നാലോചിച്ചു, ആശാവർക്കർമാരെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്ത് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങാനുള്ള ആക്സസ് ഉള്ള, എല്ലാ വീടുകളിലും എത്ര കുഞ്ഞുങ്ങളുണ്ട്, എത്ര വയോധികരുണ്ട്, എത്ര കിടപ്പ് രോഗികളുണ്ട്, എത്ര ഗർഭിണികളുണ്ട്, ഈ കണക്കുകളെല്ലാം നോക്കുന്ന, അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്ന, മരുന്നുകൾ എത്തിക്കുന്ന, അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് സർക്കാർ അധിക്ഷേപിച്ച് വിട്ടത്. അത്രയും നാള് ശ്രദ്ധിക്കാതെ അഡ്രസ്സ് ചെയ്യാതെ വിട്ടതോടുകൂടിയാണ് അവിടെ വലിയൊരു പതനം സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് തരം തൊഴിലാളികൾക്കാണ് ഒരു സ്പേസ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകും. അപ്പോൾ അതിനു മുകളിലേക്ക് ആശാവർക്കർമാരുടെ സമരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് CPOമാരുടെ സമരം ഉണ്ടായിരുന്നു, അവരെയും ഗൗനിക്കുന്നില്ല. ഇത് തന്നെ ആയിരുന്നു CPMന്റെ പ്രശ്നമെന്ന് പറയുന്നതും. വിനോയ് വിശ്വം പല തവണയായി ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചെയ്യുന്നത് ശരിയല്ല എന്നും ഇതിൽ പരിശോധനകൾ വേണമെന്നും. ഇവരെല്ലാം മറ്റേ താത്വിക അവലോകനം നടത്തുന്ന വ്യക്തികളാണല്ലോ, അതുകൊണ്ട് ഈ കാണിക്കുന്നത് ശരിയാവില്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. പക്ഷെ നിങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ നോക്കി നടത്തണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ലിറ്ററിക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിലപ്പോകാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു. അത്തരം വിലപ്പോകാത്ത സാഹചര്യങ്ങളല്ലേ പാർട്ടിയെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? കാരണം ഉപദേശിക്കുവാനുണ്ടാകുന്ന ആൾക്കാരെ മൊത്തം തള്ളിക്കളഞ്ഞ് അവരെ കൊലങ്കുത്തികളായി പ്രഖ്യാപിച്ച് മാറ്റി നിർത്തുന്ന ഒരു രീതി പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിരുന്നു പലപ്പോഴും. സുധാകരൻ വിഷയത്തിലടക്കം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിഷയമാണത്. അദ്ദേഹത്തിന് എല്ലാവരെയും പുച്ഛമാണ്. അദ്ദേഹത്തിന് എല്ലാ അനുമതിയും കൊടുത്ത് അദ്ദേഹത്തെ അഴിച്ചുവിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചത് പാർട്ടിയുടെ പതനത്തിന് കാരണമായി തീർന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നവകേരള സദസ്സ് തുടങ്ങുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭമുണ്ടാകുന്നത്, പ്രത്യക്ഷത്തിലുള്ള ആരംഭമുണ്ടാകുന്നത്. പിന്നീട് നമ്മൾ ഇങ്ങനെ പുറകിലേക്ക് നോക്കിയാണ് പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. നവകേരള സദസ്സ് നടക്കുന്ന സമയത്തും ഇത് ശരിയല്ല, സർക്കാർ കാണിക്കുന്നത് ശരിയല്ല, ഈ പറഞ്ഞ സർക്കാരിന് ജനങ്ങളോടൊരു ധാർഷ്ട്യമുണ്ട്, ഈ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഉന്നയിക്കുന്നു. സ്വാഭാവികമായും സർക്കാരിനെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ, നിങ്ങൾ ഈ കാണിക്കുന്ന ശരിയല്ല എന്ന് ഉന്നയിക്കുമ്പോൾ അത് വിലയിരുത്തുക എന്നുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പോൾ ഒരു പ്രശ്നം വരുന്നു, അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു, അങ്ങനെ ഓരോരോ കടമ്പകൾ കടക്കുമ്പോഴും ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാതെ വിട്ടുകൊണ്ടിരുന്ന സർക്കാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പാർട്ടി ഇത്ര വലിയ പതനത്തിലേക്ക് പോയത്. എന്തൊരു പ്രശ്നം, ഈ വീഴ്ചകൾ പറ്റാത്ത പാർട്ടികളല്ല ഒന്നും. ഇപ്പോൾ BJP ആയിക്കോട്ടെ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല, പക്ഷെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം തെറ്റുകൾ പറ്റാത്തവരല്ല, പക്ഷെ അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ പരിഹാരം കാണാൻ സർക്കാരുകൾ ശ്രമിക്കുമ്പോഴാണ് അത് അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നത്. അതിവിടെ ഉണ്ടായിരുന്നില്ല, ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് അവരുടെ പതനത്തിന് കാരണമായത്.